ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. യു നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ്. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഹോം കെയറിൽ വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിരിക്കും. ഉറപ്പായും ഹോം കെയറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതൊരു നേഴ്സിംഗ് ഫീൽഡ് തന്നെയാണ് ഹോം കെയർ എന്ന് പറയുന്നത്. സെയിം ഹോസ്പിറ്റൽ പോലെ തന്നെയാണ് ഹോം കെയർ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ സർവീസുകളും വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് കാര്യങ്ങൾ അവർക്ക് നമ്മൾ കെയർ കൊടുക്കുന്നു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള എന്ത് ചെയ്യുന്നു പേഷ്യൻസിന് നമ്മൾ പോയി അവർക്ക് കെയർ കൊടുക്കുന്നു, അവർക്ക് എല്ലാം എന്ത് ചെയ്യുന്നു വേണ്ട നീഡ്സ് കൊടുക്കുന്നു. അപ്പോൾ അതും ഒരു നേഴ്സിംഗ് ജോബ് തന്നെയാണ്. അല്ലാണ്ട് ഹോം കെയർ എന്ന് പറയുന്നത് വേറെ വല്ല ഹെയർ ടേക്കർ പോലത്തെ ജോബ് കാര്യങ്ങളൊന്നും അല്ല. നമ്മുടെ നേഴ്സിംഗ് സെയിം തന്നെയുള്ളതാണ്. പക്ഷെ അത് ഹോം കെയർ എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്ന കെയർ എന്നുള്ളത്. അപ്പം നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഉറപ്പായും യു കിട്ടും ചെയ്യുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വാലിഡ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം കെയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കെയറുകൾ ചെയ്തു. ഇപ്പോൾ അഡൾട്ടിൽ തന്നെ നമ്മളിപ്പോൾ ബേബി ട്രക്യോസ്റ്റമി പേഷ്യൻസിനെ നോക്കി, വെന്റിലേറ്റർ പേഷ്യൻസിനെ നോക്കി, അല്ലെങ്കിൽ ബൈപ്പാപ്പ് പേഷ്യൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഡയാലിസിസ് പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും വീട്ടിൽ. ഇപ്പോൾ ഡയാലിസിസ് പോകുന്ന പേഷ്യൻസ്, അങ്ങനത്തെ പേഷ്യൻസിനെ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ IV ഇടാനാ പോയത്, ബ്ലഡ് കളക്ഷനാ പോയത്, എന്തൊക്കെ സർവീസുകളാണോ നമ്മൾ അവിടെ പോയി ചെയ്തത് അതെല്ലാം നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ അവർ മെൻഷൻ ചെയ്യും. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ അവർ അപ്ലൈ ചെയ്യുമ്പോൾ അവർ നോക്കും നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ത് ചെയ്യുന്നത് ഇവിടെ മസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മോർ ചാൻസ് ആണ് അതർ ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡിങ് ഗവൺമെന്റിലടക്കം കിട്ടാനായിട്ട് ചാൻസ് വളരെയേറെ കൂടുതലാണ്. അപ്പോൾ വൺസ് നമുക്ക് ഇത്രയും ഏരിയയിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ട്, പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ നിന്ന് എക്സ്പീരിയൻസുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ നോക്കും. അപ്പോൾ ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതാത് കൺസേൺ ആയിട്ടുള്ള ഹോം കെയർ കമ്പനീസുകൾ നമുക്ക് പ്രോപ്പറായിട്ട് റിസൈൻ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ 6 മന്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ കോൺട്രാക്റ്റോ അല്ലെങ്കിൽ വിസയുടെ വാലിഡിറ്റി തീരാണ്ട് ചിലപ്പോൾ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെടാണ്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് 6 മന്ത് ഒക്കെ. അപ്പം അങ്ങനെയുള്ളവർക്കും ആണെങ്കിൽ പോലും ചില ഹോം കെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അവർ ഇത്രയും നാൾ നിന്നു എന്നുള്ള ഒരു എവിഡൻസ് ആയിട്ട് തരാറുണ്ട്. അപ്പോൾ അത് തന്നില്ലെങ്കിലും നമുക്ക് ചോദിച്ചു മേടിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് നമുക്ക്. ഇൻ കേസ് അവർ തന്നില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ICP അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, MOHR എന്നൊക്കെ പറഞ്ഞുള്ള ആപ്പുകളുണ്ട്. അവിടെ നിന്ന് നമുക്ക് പ്രീവിയസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ വൺസ് നമ്മളിപ്പോൾ ഹോം കെയറിൽ കയറുവാണെങ്കിൽ നമ്മുടെ ലൈസൻസ് അവരുടെ അണ്ടറിലാണ് ആക്ടിവേറ്റ് ആക്കുന്നത്. അപ്പോൾ അതൊരു എവിഡൻസ് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു ഹോസ്പിറ്റലിലോ ഒരു ക്ലിനിക്കിലോ കയറുമ്പോൾ അവർ പ്രീവിയസിന്റെ ക്യാൻസലേഷൻ, അതായത് ലൈസൻസ് ഇതായത് ചോദിക്കും. ലൈസൻസ് ക്യാൻസൽ ആക്കണമല്ലോ. അപ്പോൾ ലൈസൻസ് ക്യാൻസൽ ആക്കിയത് നോക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ, ഞാനത് ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബർ വെച്ചത് ഹോം കെയറിൽ വർക്ക് ചെയ്തതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണ്. ഉറപ്പായും ഹോം കെയറിൽ വർക്ക് ചെയ്തതിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹോം കെയറിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിപ്പെൻഡ് ഓൺ എക്സ്പീരിയൻസ്. നിങ്ങൾ ചുമ്മാ അഡൾട്ട് കെയറിന് മാത്രം അല്ലെങ്കിൽ പീഡിയാട്രിക് കെയർ മാത്രം വലിയ കെയർ ഒന്നും കൊടുക്കാത്ത ജസ്റ്റ് ബെഡ്രിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ കെയർ കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ വലുതായിട്ട് നമ്മളൊന്നും പോയി ചെയ്യുന്നില്ല, വലിയ പേഷ്യൻസിന്റെ കാര്യങ്ങളും ചെയ്യുന്നില്ല. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിട്ടാനായിട്ട്. അപ്പോൾ ലെസ് ചാൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് വയ്ക്കുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഗവൺമെന്റിലൊക്കെ കിട്ടാനായിട്ട് ലെസ് ചാൻസ് ആണ് ഹോം കെയറിൽ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. സബ്സ്ക്രൈബർ ചോദിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസുകളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ